എൻ്റെ പേര് ശ്രീജു എന്നാണ്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ നീലീശ്വരം ഭാഗത്ത് വാഴ കൃഷിയും സമ്മിശ്ര കൃഷിയും ചെയ്യുന്ന ഒരു യുവ കർഷകനാണ്. കൃഷിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന മെച്ചം എന്തെന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉണർവ്, അതേമാതിരി തന്നെ സാമ്പത്തിക ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 7 ഏക്കറോളം സ്ഥലത്ത് വാഴ കൃഷിയും അതേപോലെ തന്നെ പയറ്, വെണ്ട, വഴുതനങ്ങ, പടവലം, കുക്കുംബർ പോലെയുള്ള സമ്മിശ്ര കൃഷികളും ആണ് ഞാൻ നടത്തി വരുന്നത്. ഇവിടെ കൃഷിയും കാര്യങ്ങളും ഞങ്ങൾക്ക് സ്ഥിരം പണിയും അതിൻ്റെ പേരിൽ ഞങ്ങൾ വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് അങ്ങോട്ട് പോണു. കൃഷി തൊഴിൽ ചെയ്യാനൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾക്കും നമ്മൾ 3-4 കുടുംബത്തിനും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയായി. ഞങ്ങളിപ്പോൾ ഈ വാഴ കഴിഞ്ഞാൽ അടുത്ത കൃഷിയിലേക്ക് അങ്ങനെ ഓരോ പച്ചക്കറി, പയറ്, ഇങ്ങനെ പടവലം, പാവലം എന്ന് പറഞ്ഞ പന്തൽപ്പണികൾ, അങ്ങനെ കണകുണ പണികളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എന്നും പണിയുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇടവേള എന്ന നിലയ്ക്ക് കപ്പയും അതേപോലെ തന്നെ വഴുതനങ്ങ, അതേമാതിരി പയറ്, മറ്റുള്ള കുറച്ച് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈഡിൽ തന്നെ നമ്മുടെ വാഴയോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഈ കൃഷികളെല്ലാം അവലംബിച്ച് പോരുന്നത്. പന്നിശല്യം രൂക്ഷമായിട്ടുണ്ട്. കാരണം ഇത് മലയാറ്റൂർ എന്ന് പറയുന്നത് ഒരു ഹൈ റേഞ്ച് മേഖലയായതുകൊണ്ട് തന്നെ കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളുടെ ഒരു ശല്യം കൂടിയുണ്ട്. അത് കാരണം ഒത്തിരി കപ്പ കൃഷി ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കൃഷികളാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കൃഷി കൂടുതലും കപ്പയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പോൾ കപ്പയാണ്. കപ്പ നട്ടിട്ട് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് മൂടണം. അപ്പോൾ അതിനുള്ള പണികൾ നടന്നു വെച്ചിരിക്കുന്നത്. രാവിലെ 7 മണി തുടങ്ങിയാണ് നമ്മൾ നമ്മുടെ പണി സൈറ്റിൽ പണി തുടങ്ങുന്നത്. ഉച്ചവരെ തൂമ്പപ്പണി, അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് മറ്റുള്ള പണികളിലാണ് നമ്മൾ കൂടുതലും ഊന്നൽ കൊടുക്കുന്നത്. കാരണം റെഗുലറായിട്ട് ഒരു കാരണവശാലും തൂമ്പപ്പണി വൈകുന്നേരം വരെ ചെയ്യുമ്പോൾ പിറ്റേ ദിവസം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഉച്ചവരെ നിന്നുകൊണ്ട് മറ്റുള്ള പണികൾ കൂടുതലായിട്ട് ചെയ്യുന്നു. ഇത് 20 ദിവസം എത്തിയ തക്കാളി തൈയാണ്. ഇത് ഒരു മാസം മുമ്പ് നട്ടിരുന്നതാണ്. കാലാവസ്ഥയുടെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് 2-3 പ്രാവശ്യം ഈ തവണ കൃഷി ഇറക്കേണ്ടതായിട്ട് വന്നു. മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ട് കൃഷികൾക്കെല്ലാം തന്നെ ഈ തവണ വളരെയേറെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഇത് വെണ്ട കൃഷിയാണ്. നമ്മൾ ഓണത്തിന് നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഈ കൃഷിഭവൻ വഴി മുഖാന്തരം നമുക്ക് കിട്ടിയേക്കുന്ന വെണ്ട വിത്തുകളാണ് ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വിളവ് തരുന്ന വെണ്ടത്തൈകളാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വഴുതനങ്ങ, തക്കാളി, മുളക് എന്നിവയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. കുറ്റിപ്പയറാണ് പിന്നെ മെയിനായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. കുറ്റിപ്പയറാണ്, എന്നാലും കുറച്ച് പടരുന്ന സൈസ് ആണ് നമ്മളിത് ഈ തവണ ചെയ്തിരിക്കുന്നത്. ഏകദേശം നല്ല വിള തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഇവിടെ കൃഷി ചെയ്തിരുന്ന അതിൻ്റെ വിത്ത് പാകമാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് ഈ തവണ ഞാൻ ആ വിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചാണകപ്പൊടിയാണ്. ചാണകം ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. ചാണകം വേനക്ക് മേടിച്ചിട്ടിട്ട് അത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ചാണകപ്പൊടിയാണ് നമ്മൾ ഈ പയറിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് രാസവളങ്ങളൊന്നും തന്നെ പരമാവധി ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് 75,000 രൂപയുടെ പയറ് ഞാൻ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തു. സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടങ്ങളാണ്. ഏകദേശം 40% ചെലവും 60% കൂടുതലും കിട്ടുന്ന ഒരു വിപണിയാണ് പയർ ഉൽപ്പന്നങ്ങൾ തന്നെ. വളരെ ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാവുന്ന രീതിയാണ് പയർ. 2 വളത്തിൽ കൂടുതൽ ചെയ്യണ്ട, ഒത്തിരിയേറെ ലാഭം കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് പയർ എടുക്കുമ്പോൾ അത് കെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടിലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് നടത്തി പോരാവുന്ന രീതിയിലാണ് ഈ കൃഷി.
ഓണത്തിന് കിട്ടാവുന്ന രീതിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ഇത് പൂവിട്ട് തുടങ്ങി. വന്യമൃഗ ശല്യം വളരെ രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷി എന്ന് പറയുന്നത് ഏകദേശം 500 വാഴ നട്ടത് 125 വാഴയും കാട്ടുപന്നി കുത്തി കളഞ്ഞ് നഷ്ടപരിഹാരത്തിന് നമ്മൾ കൊടുത്തെങ്കിൽ പോലും പിന്നീട് അതിനെ പറ്റിയൊരു ഇതുണ്ടായിരുന്നില്ല. യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നാട്ടിൽ ഒത്തിരിയേറെ തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നമ്മളുടെ തരിശു കിടക്കുന്ന ഭൂമികൾ അത് വെട്ടിത്തെളിച്ച് നമ്മൾ കൃഷി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമായിട്ടുള്ളൊരു അവസ്ഥ നമുക്കുണ്ടാവും. അതേപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഞാൻ ചെയ്യുന്നത് കൂടുതലും ജൈവ പച്ചക്കറിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അധിക രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കീടനാശിനി ഒന്നും അധികം ഉപയോഗിക്കാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിളകൾ നല്ല രീതിയിൽ വിറ്റഴിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. കടകളിൽ കൂടെയാണ് കൂടുതലും വിറ്റഴിച്ചു പോകുന്നത്. കൂടുതലും ഞാൻ ചാണകപ്പൊടി ഉപയോഗിച്ചാണ് ഈ കൃഷി മുന്നോട്ട് പോയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കടകളിൽ ഞാൻ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും അവർ ചോദിച്ചു വാങ്ങിക്കുന്ന രീതി ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് ഒന്നുകൂടി പ്രോത്സാഹനം തരുന്നു. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ യുവതലമുറ മാരകമായ മയക്കുമരുന്ന് ഡ്രഗ്സ് മാഫിയകളുടെ കൈകൾ അകപ്പെടുന്ന ഈ കാലഘട്ടത്ത് നമ്മളുടെ ചെറുപ്പക്കാരെ, കൊച്ചുകുട്ടികളെ അവരുടെ ചെറുപ്പം മുതലേ നമ്മളെ കൃഷി രീതികൾ പരിശീലിപ്പിച്ച് പോരണം എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. സ്കൂൾ തലത്തിലും അതേമാതിരി തന്നെ സാംസ്കാരിക മേഖലകളിലും എല്ലാം തന്നെ കൃഷി രീതികളെ അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കണ്ടെത്തി അവരെ ഇതിലേക്ക് ഇറങ്ങാവുന്ന രീതി, കൃഷിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലേക്ക് അവരെ പ്രേരണ കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളെ തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. നമ്മൾ 100 കുട്ടികളെ എടുത്താൽ ഒരു 10 കുട്ടികളാണെങ്കിലും നമ്മളുടെ വരും തലമുറയ്ക്ക് നമ്മളുടെ ഈ കൃഷി രീതി പഠിച്ചില്ല എങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്ത് നമ്മളെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയും അതേമാതിരി കമ്പ്യൂട്ടർവൽക്കരണത്തിൻ്റെയും കാലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എവിടെ നിന്ന് കണ്ട് എത്തുന്നുള്ള ചോദ്യം കൂടി നമ്മൾ അതിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കൃഷി രീതി എല്ലാ കുട്ടികളിലേക്കും പകർന്നു നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.